ഇന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ അവിടെ ഹിൽ ഹൈവേ റൺ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ആദ്യ 21 കിലോമീറ്ററിന് ശേഷം ഇപ്പോൾ മിലിന്ദ് സോമൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന റോഡ് ഷോയുടെ തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിനുമുണ്ട്. എന്നാണെങ്കിലും വലിയ പങ്കാളിത്തത്തിൽ രാവിലെ ആരംഭിച്ച പരിപാടിയാണ്. കിഫ്ബിയുടെ ഭാഗമായി നടത്തിയ റോഡ് അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി, മലയോര ഹൈവേയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇതാ വലിയൊരു റോഡ് ഷോ അവിടെ നടത്തുന്നു. രാവിലെ മാരത്തൺ ആരംഭിച്ചിരുന്നു. കുട്ടിക്കാനം അവിടെ മരീൻ കോളേജിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത മാരത്തനാണ് ചപ്പാത്ത് വരെ നീണ്ടത്. 20 കിലോമീറ്റർ ദൂരം ചപ്പാത്തിലെ കൂട്ടയോട്ടം സമാപിച്ചു. രാവിലെ 7 മണിക്ക് കൃത്യമായി ഫ്ലാഗ് ഓഫ് ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അതിനുശേഷമുള്ള ഒരു റോഡ് ഷോ ആണ് ഇപ്പോൾ നടക്കുന്നത്. മാരത്തൺ കഴിഞ്ഞ് ഒരുപക്ഷെ ഇടുക്കിയുടെ തന്നെ മുഖഛായ മാറ്റുന്ന, അല്ലെങ്കിൽ ഇടുക്കിയുടെ മുഖത്തിൻ്റെ ഏറ്റുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമായി തന്നെ ഇതിനെ കണക്കാക്കണം. കിഫ്ബിയുടെ അഭിമാന പദ്ധതിയെ തന്നെ ഇതിനെ പരിഗണിക്കുകയും ചെയ്യുന്നു. റോഡ് ഷോ പുരോഗമിക്കുകയാണ് ഇടുക്കിയിൽ. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, അങ്ങനെ ആദ്യഘട്ട മാരത്തൺ പൂർത്തിയായി ഇപ്പോൾ റോഡ് ഷോയിലേക്ക് എത്തി. തുടങ്ങിയോ? എന്താണ് അവസ്ഥ? ആരംഭിച്ചിരിക്കുന്നു എൽദോ. ഇപ്പോൾ അല്പസമയം മുമ്പാണ് റോഡ് ഷോ തുടങ്ങിയത്. ഇവിടെ ചപ്പാത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷമാണ് അദ്ദേഹം റോഡ് ഷോയിലേക്ക് കടന്നിരിക്കുന്നത്. തുറന്ന ജീപ്പിൽ അദ്ദേഹം ജീപ്പ് ഓടിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. റോഷി അഗസ്റ്റിൻ ജീപ്പ് ഓടിക്കുന്നു. അതോടൊപ്പം തന്നെ താരം നമ്മുടെ റൺ പൂർത്തിയാക്കിയ മിലിന്ദ് സുമൻ അതിന്റെ സൈഡിൽ തന്നെയുണ്ട്. അദ്ദേഹം വശങ്ങളിലുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അത് റോഡ് ഷോ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഇവിടെ ഹ്രസ്വമായ രീതിയിൽ അവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം എടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് താൻ ഈ പ്രകൃതി ആസ്വദിക്കുന്നു. കാരണം രാജ്യത്തെ വിവിധയിടങ്ങളിൽ, രാജ്യത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള മാരത്തൺ പൂർത്തിയാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഓട്ടങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ഡിഫറെന്റ് ടെറൈനാണ്, പ്രത്യേകതയിലുള്ള ഒരു ടെറൈൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. താനത് ആസ്വദിക്കുന്നു. ചുറ്റുപാടുമുള്ള ഈ അന്തരീക്ഷവും പ്രകൃതിയും എല്ലാം ആസ്വദിക്കുന്നു. പലതവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ഈ പ്രകൃതിയും ഭക്ഷണവും എല്ലാം തനിക്ക് പ്രധാനപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും തന്നെയാണ്. ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, താൻ കുറെ അധികം ദൂരം നഗ്നപാതനായാണ് താൻ ഓടിയത്. സാധാരണഗതിയിൽ അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ഇതിലൂടെ ഓടാൻ സാധിച്ചു. മികച്ച നിലവാരത്തിലുള്ള റോഡാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പവുമായിരുന്നത്. ഇത് താൻ പൂർണ്ണമായും തന്നെ ഇത് ആസ്വദിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഇപ്പോൾ ഒന്നാം ഘട്ടം, അതിന്റെ ഒരു ഫസ്റ്റ് ലാപ്പ് എന്ന രീതിയിൽ സമാപിച്ചിരിക്കുന്നത് കുട്ടിക്കാനത്ത് നിന്ന് ചപ്പാത്ത് വരെയുള്ള ദൂരമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. 21 കിലോമീറ്റർ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് കട്ടപ്പനയിലേക്കുള്ള ദൂരം ഏതാണ്ട് അത്രയും തന്നെയുള്ള ഒരു ദൂരം അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബൈക്ക് അകമ്പടിയോടുകൂടിയുള്ള ജീപ്പ് യാത്രയാണ് അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതിനൊരു കോൺവോയിലേക്ക് എത്തേണ്ടതുണ്ട്. യാത്ര അതിന്റെ ഒരു പൂർണ്ണ സജ്ജമാവുന്ന രീതിയിലേക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തിന് ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു സ്വീകരണം, അല്ലെങ്കിൽ സ്വീകരണം എന്നതിനേക്കാൾ അപ്പുറം ഒരു വരവേൽപ്പ് എന്ന് തന്നെ നമ്മൾക്കത് പറയേണ്ടി വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെയും ചുറ്റുപാടുമുള്ളവർ തന്നെ ഇതിൽ പങ്കാളികളാകാൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം ക്യാമ്പയിൻ തുടങ്ങിയതുപോലെ, എന്നാൽ വാ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ തുടങ്ങിയത് അത് ആവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്തരം മാരത്തണുകളെയും ദീർഘദൂര ഓട്ടങ്ങളെയും എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകൾ ഇവിടേക്ക് അതിൽ പങ്കെടുക്കാനുണ്ട്. സ്പോർട്സ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിലുണ്ടായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പദൂരം അദ്ദേഹത്തിനൊപ്പം തന്നെ ഓടുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ കണ്ടത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഇതിനെ ആരവങ്ങളോടെ സ്വീകരിക്കുന്നതാണ്. വിവിധ കേന്ദ്രങ്ങളിലടക്കം കാത്തുനിന്നവർ, പൂക്കളുമായി കാത്തു നിൽക്കുന്നവരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഘുഭക്ഷണവും അതോടൊപ്പം വെള്ളവുമായിട്ട് എല്ലാം തന്നെ കാത്തു നിൽക്കുന്നവരുടെ തന്നെ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് റോഡിന് ഇരുവശവും തന്നെ കാണുവാനായിട്ട് സാധിച്ചിരുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് ഇത് പൂർത്തീകരിച്ചത്. ആദ്യ ലാപ്പ്
പൂർത്തീകരിച്ചത്. ഇനി അവിടെ കുറച്ച് പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇനി കട്ടപ്പനയിലേക്കുള്ള ദൂരമാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഈ പാതയുടെ പൂർത്തീകരണത്തിന്റെ ഒരു ഉദ്ഘാടന പ്രഖ്യാപനം എന്ന രീതിയിൽ അവിടെ മുഹമ്മദ് റിയാസ് അത് നിർവഹിക്കും. പിന്നീട് തുരങ്കപാതയുടെ ഒരു പ്രാഥമിക സർവേ അടക്കം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെയും നിർവഹിക്കുകയും ചെയ്യും. ഏതായാലും ഹിൽ ഹൈവേ റൺ വളരെ വിജയകരമായ രീതിയിലേക്ക് കിഫ്ബി തീർത്ത റോഡിലൂടെ അത് പൂർത്തിയാക്കുന്നു എന്നതാണ്. റൈറ്റ്. എന്താണെങ്കിലും ഹിൽവേ റൺ അത് ഗംഭീരമായി ആദ്യഘട്ടം പൂർത്തിയായി. ഇപ്പോൾ റോഡ് ഷോ ആണ് നടക്കുന്നത്. മിലിന്ദ് സോമൻ ഒപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ ഒക്കെ ചേർന്ന റോഡ് ഷോ പുരോഗമിക്കുകയാണ് കട്ടപ്പനയിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.